കള്ളാടി ദുരന്തത്തിൽ ഒരു പള്ളി പൂർണ്ണമായി പോയി. ഈ ഭാഗത്തുണ്ടായിരുന്ന പള്ളി അത് എവിടെയാണ് എന്ന് പോലും അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു തെളിവായി അവശേഷിപ്പായി ഉള്ളത് ഇപ്പോൾ ഏതാനും ഈ നാണയത്തുട്ടുകളും കുറച്ച് കറൻസികളുമാണ്. അത് ഈ ഭണ്ഡാരത്തിൽ വിശ്വാസികൾ നിക്ഷേപിച്ച പണമായിരുന്നു. ആ ഭണ്ഡാരം പുഴയ്ക്ക് അരികിൽ നിന്നാണ് ഇവർക്ക് കിട്ടിയത്. ഇപ്പോൾ ഭണ്ഡാരം എങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട എങ്ങനെയാ? ഇന്നലെ ഈ വീട്ടിലെ ആളുകൾ നമ്മളോട് വന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ രേഖകളും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തു കൊടുക്കുമെന്ന് നമ്മളോട് വന്ന് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം ഇന്ന് രാവിലെ വന്ന് നമ്മൾ ആ വീട്ടിൽ നിന്ന് അവരോട് ആധാരങ്ങൾ ഇതുപോലെ അവരുടെ വസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പ്രവർത്തകൻ്റെ ശ്രദ്ധയിൽ പുഴക്കരയിൽ ഇത് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ പോയി നോക്കിയപ്പോൾ പള്ളിയിലുള്ള ഭണ്ഡാരപ്പെട്ടിയായിരുന്നു. അതെടുക്കുകയും അതിൽ നിന്നുള്ള പൈസ എടുത്ത് കമ്മിറ്റിക്കാർ വരുന്നത്, സെക്രട്ടറി വരുന്നുണ്ട്, അവിടുത്തെ ഹത്തീബ് ഉസ്താദാണ് ഈ നിൽക്കുന്നത്, ഇവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അവിടുത്തെ ഉസ്താദാണ്? അല്ല, ഉസ്താദ് ഈ നാട്ടുകാരനാണ്, നാട്ടിലത്തെ ഉസ്താദാണ്. അപ്പോൾ നമ്മൾ മഹലിലത്തെ നിസ്കാര പള്ളിയാണ്. സാധാരണ ഈ പള്ളിയിൽ ആരും ഉണ്ടാവാറില്ല? ഇല്ല, ഇത് നിസ്കാരം നോമ്പിനും കാര്യം, പിന്നെ ഈ യാത്രക്കാർ ടൂറിസ്റ്റുകാർ വന്നിട്ട് നിസ്കരിക്കും അങ്ങനെ ഒരു നിസ്കാര പള്ളിയാണിത്. ഇപ്പോൾ ഈ ഭണ്ഡാരത്തിനകത്ത് ആയതുകൊണ്ടായിരിക്കാം ഈ പണത്തിന് കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല. പണത്തിന് കാര്യമായിട്ട് ചെറിയൊരു ഇതാണ് ചളി കയറി നനഞ്ഞു എന്നല്ലാതെ പൈസ വേറെ നിന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല. ഈ പള്ളിയുടെ വേറെ ഈ മിനാരമോ എന്തെങ്കിലും കെട്ടിടാവശിഷ്ടങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല? ഇല്ല, ഒക്കെ മണ്ണിന്റെ അടിയിലാണ്, അതൊന്നും കണ്ടില്ല. ഇത് മാത്രം ഇപ്പോൾ വീടിന്റെ സൈഡിലേക്ക് വന്ന് അടിഞ്ഞതായിട്ടാണ് കണ്ടത്. ഇപ്പോൾ ഈ ഒരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവായി അവശേഷിക്കുന്നത് ഒരു ഭണ്ഡാര പെട്ടിയും കുറെ പണവുമാണ്. എന്തായാലും ഈ ദുരന്തത്തിൽ വലിയ വീടുകൾക്ക് മറ്റുമൊന്നും വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളിയാണ് പൂർണ്ണമായി തകർന്നത്. അതാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ ഈ തിരച്ചിലിനിടെ ആ പെട്ടി കണ്ടെത്തുകയും അതിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ പള്ളി ഭാരവാഹികൾക്ക് കൈമാറും.